ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ രാത്രിയിലുള്ള കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അന്ന് രാത്രി ഞാൻ സ്പെഷ്യലായിട്ട് ആദ്യം തന്നെ ഗ്രീൻ ചില്ലി ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 3/4 കിലോ ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു മിക്സിയിലേക്ക് 4 പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് അങ്ങനെ എടുത്താൽ മതി കേട്ടോ. ഒരു പിടി മല്ലിയില, 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, ഒരു 10 കാഷ്യൂ, ഒരു 3 ടേബിൾ സ്പൂണ് അധികം പുളിയില്ലാത്ത തൈര് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക. ആ അരച്ചെടുത്ത പേസ്റ്റ് നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഒഴിച്ചിട്ട് അതും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ കുക്ക് ചെയ്യാൻ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഓയിൽ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് വലിയ ജീരകം പൊട്ടിച്ചെടുക്കുക. ജീരകം പൊട്ടി വരുമ്പോൾ 2 മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി സ്ലൈസ് ചെയ്തത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. വലിയുള്ളിയൊക്കെ വഴന്ന് വരുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ, അത് അതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. നമുക്ക് ഗ്രേവി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് അതൊന്ന് മൂടി വെച്ച് കൊടുക്കുക. ആ ടൈമിൽ ഇനിയിപ്പോൾ മലായി ചിക്കൻ ടിക്കയാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അതിനും ഞാനൊരു 3/4 കിലോ ചിക്കൻ എടുത്തിക്കണ്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുത്തിക്കണ്. പിന്നെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാല, ഒരു 3 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര്, 3 ടേബിൾ സ്പൂൺ ചീസ്. ഞാനിവിടെ മൊസറല്ല ചീസാണ് എടുത്തിരിക്കുന്നത്. ഏറ്റവും നല്ലത് അതന്നെ. ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്തിട്ട് അതും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു 1/2 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുക. ആ ടൈമിൽ ഇതാ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ട് വന്നിക്കണം കേട്ടോ. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ അടിപൊളി ഗ്രീൻ ചില്ലി ചിക്കൻ കറി റെഡിയായി. ലാസ്റ്റായിട്ടേക്ക് അതിൽ 2 പച്ചമുളകും കൂടി നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ കറി റെഡിയായി. നല്ല ക്രീമി ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു മലായി ചിക്കൻ ടിക്കയ്ക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾസും കൂടി ഒന്ന് ബട്ടറിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഉരുളക്കിഴങ്ങും ക്യാപ്സിക്കം വലിയുള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഏത് വെജിറ്റബിൾസാണോ നമ്മളെടുത്തുള്ളത് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. പിന്നെ കോണ് അതുപോലെ ക്യാരറ്റ് അതൊക്കെ നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ മലായി ചിക്കൻ ടിക്ക എയർ ഫ്രയറിലാണ് ചെയ്യുന്നത്. അതൊന്ന് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുത്തിക്കണേ. ആ ഒരു ടൈമിൽ ഇതാ പൊട്ടാറ്റോ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ക്യാപ്സിക്കവും വലിയുള്ളിയും കൂടി ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും എരിവിനനുസരിച്ചിട്ട് കുരുമുളകും ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. സോഫ്റ്റായിട്ടൊന്നും വരണ്ട, വെജിറ്റബിൾസ് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി കേട്ടോ. പിന്നെ ഇതാ ചിക്കൻ ടിക്കൊക്കെ ആവുന്ന ടൈമിൽ ഞാൻ ചപ്പാത്തിയും കൂടി ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ സ്പെഷ്യൽ റെസിപ്പീസൊക്കെ ആയി. ഗ്രീൻ ചില്ലി ചിക്കൻ കറി, പിന്നെ മലായി ചിക്കൻ ടിക്ക വിത്ത് വെജിറ്റബിൾസ്, ചപ്പാത്തി. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ റെസ്റ്റോറൻറ്റിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ വീട്ടിൽ റെഡിയാക്കിയിട്ട് എടുക്കാം. മലായി ചിക്കൻ ടിക്ക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ. എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയും അടിപൊളിയാണ്. അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചൺ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.